നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് വന്ന് കയറുന്ന ആയംകോണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ നേരെ കടമ്പാട്ടുകോണം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് നല്ല ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണിയാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് കല്ലമ്പലം ഭാഗത്തോട്ട് പോകുമ്പോഴും ഇവിടെ ഇടതുഭാഗത്ത് കുറച്ച് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നമുക്കിപ്പോൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ കുറച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നും പോസ്റ്റൊക്കെ ഒരുപാട് നീക്കം ചെയ്യാനുണ്ട്. പുതിയ പോസ്റ്റ് രണ്ട് സൈഡിലും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലമ്പലം മുതൽ കടമ്പാട്ടുകോണം വരെയായിരുന്നു കഴിഞ്ഞ വീഡിയോ ചെയ്തത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ മുതലാണ്. അപ്പം ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗത്ത് നിന്ന് ആയംകോണം ഭാഗം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. നമ്മളിപ്പം കല്ലമ്പലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ ഈ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം, ഇടതുഭാഗത്ത് നല്ല ഉയരത്തിലായിട്ടാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത്. വലതുഭാഗത്ത് സർവീസ് റോഡ് പണിയുന്നത് ചിലപ്പം കുറച്ച് താഴ്ത്തിയിട്ടായിരിക്കും. അത് താഴ്ത്തി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലമ്പലം ഭാഗത്തേക്കാണ് വരുന്നത്. മറ്റൊരു കാര്യം ഇതിനിടയ്ക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടുന്തോറും ആക്സിഡൻറ്റ് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം പോകേണ്ടവർ 1-2 മണിക്കൂർ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പം നമുക്ക് എക്സാമിന് പോകേണ്ടവർ, ആശുപത്രിയിൽ പോകേണ്ടവർ, എയർപോർട്ടിൽ പോകേണ്ടവർ, അങ്ങനെയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2-3 മണിക്കൂർ കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പം ഒരുവിധം എവിടെയെങ്കിലും ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെയും സമാധാനത്തെ പോകാം. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയം കണ്ടെത്താൻ വേണ്ടി വീണ്ടും സ്പീഡിൽ പോകുമ്പോഴാണ് കൂടുതൽ ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്നത്. നമുക്കിപ്പം ചവറ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനൊക്കെ നമുക്കിപ്പം റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആക്സിഡൻ്റായിട്ട് കൊണ്ടിട്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് നേരിട്ട് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. ആ ഒരു കാരണം കൊണ്ടാണ് പറയുന്നത്. നമ്മളിപ്പം നേരെ കല്ലമ്പലം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഒരു സൈഡിലായിട്ടുള്ള പൈലിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ റോഡ് ഇടത്തോട്ട് കടന്നു പോകുന്ന റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് കാണുന്ന ഭാഗത്ത് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. ഇനി വലത് ഭാഗത്ത് ഇതേപോലെ തന്നെ പൈലിംഗ് കഴിഞ്ഞ് ഇതേപോലെ പിയറിൻ്റെയൊക്കെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്താനുണ്ട്. കല്ലമ്പലം കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഈ ഒരു ഭാഗത്ത് വലിയ പണിയൊന്നും നടന്നിട്ടില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ പാറ പൊട്ടിച്ചിട്ടുള്ള പണികളും പിന്നെ അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് കുറച്ച് പണി നടക്കാനുണ്ട്. വലിയ പണിയൊന്നും നടന്നിട്ടില്ല. പോസ്റ്റൊക്കെ അതേപോലെ തന്നെ നിൽപ്പുണ്ട്. ഒരുപാട് പണികൾ നടക്കാനുണ്ട്. ഇടതുഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികളാണ് നടക്കാനുള്ളത്. പിന്നെ ഈ ഒരു വളവ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നിടത്ത് കുറച്ചും കൂടെ അത്യാവശ്യം പണി വേഗത്തിലായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇടതുഭാഗത്തായിട്ട് തന്നെ ഈ ഒരു ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ആ ഒരു ഭാഗത്ത് ഇപ്പം പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് നീളത്തിലായിട്ട് ഗ്യാപ്പിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് ഇവിടെ ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം കൂടി കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തു കൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങൾ, അതായത് ചാത്തന്നൂരിൽ നിന്ന് തിരുവനന്തപുരം പോകേണ്ട വാഹനങ്ങളൊക്കെ പഴയ റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കല്ലമ്പലം മുതൽ ചാത്തന്നൂരിലോട്ട് പോകേണ്ട വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നിലവിൽ നമ്മളിപ്പോൾ കടന്നു വരുന്ന ഇങ്ങോട്ട് വരുന്ന റോഡ് ഇനി കുത്തിപ്പൊളിച്ച് കളയേണ്ടതുണ്ട്. അപ്പം വലതുഭാഗത്ത് ഇനി സർവീസ് റോഡ് മിക്കവാറും അവർ അത് പൂർത്തിയാക്കിയിട്ട് അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങും. അപ്പം ഈ ഒരു ഭാഗത്തെ പണി ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ ടാറിങ്ങൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് ഇപ്പം ഒരു കലങ്കിൻ്റെ നിർമ്മാണം. രണ്ട് എൻഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും അത് അവർ നേരത്തെ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് രണ്ട് സൈഡിൽ കൂടി വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് ഇടയ്ക്കുള്ള ഭാഗം അവരിപ്പം അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്, നാവായിക്കുളം ഭാഗത്തായിട്ടുള്ളത്. അപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ റിട്ടൈനിങ് വാളിൻ്റെ കോൺക്രീറ്റ് ചെയ്ത് ഇത്രയും നീളത്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗവും ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് അത്യാവശ്യം സ്പീഡിലുമല്ല എന്നാൽ പതുക്കെ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം RDS പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം അവരുടെ വർക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വർക്കാണ് കൂടുതലായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പണിയാണ് അവർ
അത്യാവശ്യം സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ ടാറിങ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ആ ഒരു ഭാഗത്തോട്ട് പോയില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് സൺഡേ ആയിട്ട് പോലും നമുക്ക് 1-2 ബ്ലോക്കിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമയമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിനകത്തോട്ട് കയറിയിട്ട് പിന്നെ ഫുള്ള് വീഡിയോ അവിടുത്തെയും കൂടെ ചിത്രീകരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം അത്രയും കിട്ടത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ചാത്തന്നൂർ മുതൽ നമ്മൾ മേവറം വരെയുള്ള വീഡിയോ ചെയ്തപ്പം ഞായറാഴ്ചയായിരുന്നു പോയത്. അന്ന് ഒരുപാട് കല്യാണമുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം അങ്ങനെ വേസ്റ്റായി പോയി. അല്ലെങ്കിൽ കുറച്ച് ബാറ്ററി ചാർജ് കൂടെ കിട്ടി എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അത് അന്ന് തിരക്കായിപ്പോയി. അന്നത്തെ വീഡിയോ കണ്ടാലറിയാം നമുക്ക് കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ ഡിലേ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പം പിന്നെ നാവായിക്കുളം കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്ത് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ പണികളാണ്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ നാവായിക്കുളം കഴിഞ്ഞ് നേരെ 28 മൈൽ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഈ വലത്തേ സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല താഴ്ചയുള്ള ഭാഗമാണ്. ഇവിടെ ഇടത്തേ സൈഡിൽ കാണുന്ന സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് ഉയർത്തിയായിരിക്കും. വലതുഭാഗത്ത് സർവീസ് റോഡ് എനിക്ക് തോന്നിക്കുന്ന അത്യാവശ്യം നല്ല താഴ്ചയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഈ റീറ്റെയിനിങ് വാൾ ഉയർത്തി വെച്ച് തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല താഴ്ചയിൽ നിന്നാണ്. ഇപ്പം നിലവിലെ റോഡിൽ നിന്ന് അത്യാവശ്യം നല്ല താഴ്ചയിൽ നിന്നാണ് ആ റീറ്റെയിനിങ് വാൾ ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം 28 മൈൽ ഭാഗത്തായിട്ട് ഈ വളവിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഇടതുഭാഗത്തൊക്കെ അത്യാവശ്യം കുന്ന് അതേപോലെ തന്നെ നിന്നിരുന്നതായിരുന്നു. അപ്പം ആ കുന്നൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് ഇപ്പം ആ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വലതുഭാഗത്തും ഇപ്പം ഈ റീറ്റെയിനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് കുറച്ചും കൂടെ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് മുമ്പായിട്ട് അവർ അവിടെ കുഴിയെടുത്തിട്ടിരിക്കുകയായിരുന്നു. അതായത് ഈ കലങ്കിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ ഒരു ഭാഗത്തെ കലങ്കിൻ്റെ നിർമ്മാണവും കുറച്ച് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് അത്യാവശ്യം നല്ല പണി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ഈ ഒരു വളവ് എത്തുമ്പോഴത്തേക്കും ഇവിടെ നിലവിലെ റോഡിനൊക്കെ നല്ല ഹൈറ്റിലായിട്ടാണ് ഇപ്പോൾ ഈ വലതുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാറിങ്ങും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ 6 വരിപ്പാത കടന്നു പോകുന്ന പകുതിയോളം ഭാഗത്തെ ടാറിങ് ഇതാണ്ട് ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് പണി പെൻഡിങ്ങിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്രയും മണ്ണിട്ട് ആ ഒരു ലെവലിലായിട്ട് എത്തി നിൽക്കുകയാണ്. 28 മൈൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വരുന്നത് കടമ്പാട്ടുകോണം ഭാഗത്തേക്കാണ് വരുന്നത്. RDS പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ കരാറ് തുടങ്ങിയിരിക്കുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ അവസാനിക്കുന്ന ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കടമ്പാട്ടുകോണം വരെയാണ് RDS പ്രോജക്റ്റിൻ്റെ. അത് കഴിഞ്ഞേച്ച് പിന്നെ കടമ്പാട്ടുകോണം കഴിഞ്ഞേച്ച് പിന്നെ ശിവാലയ കൺസ്ട്രക്ഷനാണ് പിന്നെ കാവനാട് വരെയുള്ള റീച്ച് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ്ങും 2 സൈഡിലുമായിട്ട് ടാറിങ് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നത് കടമ്പാട്ടുകോണം ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇനി ഒരു കലുങ്കിൻ്റെ നിർമ്മാണം 2 സൈഡിലായിട്ട് ഇത്രയും പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ 2 സൈഡിലും ഒരു ക്രാഷ് ബാരിയർ നിർമ്മാണവും പിന്നെ ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണിയാണ് ഇത്രയും പുരോഗമിച്ചിട്ടുണ്ട്. ഇതാണ് ഇത്രയും അപ്ഡേറ്റ് നമ്മുടെ തിരുവനന്തപുരം ആയംകോണം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലെ അപ്ഡേറ്റ്. അപ്പം ഇത് കഴിഞ്ഞ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ചാത്തന്നൂർ കഴിഞ്ഞിട്ട് മേവറം വരെയുള്ള അപ്ഡേറ്റ് നമ്മൾ ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തും. കാത്തിരിക്കുക.